A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ 23 രാവിലെ 8 ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ജില്ലാ കളക്ടർ BR വിനോദ്. ഇതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി നിലമ്പൂർ PWD റെസ്റ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8 മണിയോടെ പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക. ആദ്യ 4 ടേബിളുകളിൽ പോസ്റ്റൽ ബാലറ്റുകളും തുടർന്ന് 14 ടേബിളുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളും എണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുന്നതിന് 14 ടേബിളുകളും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് 4 ടേബിളുകളും ETPBS പ്രീ കൗണ്ടിങ്ങിനായി 1 ടേബിളും ക്രമീകരിച്ചിട്ടുണ്ട്. 263 പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ 19 റൗണ്ടുകളായിട്ടാണ് എണ്ണുക. അന്തിമ ഫലം 6 മണിക്കൂറിനുള്ളിൽ അറിയിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. സ്കൂളിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് സ്ട്രോങ് റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് കൗണ്ടിങ് നടക്കുന്നത്. 14 ടേബിളുകളിലായിട്ടാണ് EVM കൗണ്ടിങ് നടക്കുന്നത്. അതിനു പുറമെ 4 ടേബിളുകളിലായി പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ്, മറ്റൊരു ടേബിളിൽ ETPBS സ്കാൻ ചെയ്ത് അതിൽ ശരിയായിട്ടുള്ള ETPBS കൗണ്ടിങ് ടേബിളിലേക്ക്, പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ് ടേബിളിലേക്ക് കൈമാറും. ഇതുകൊണ്ട് തന്നെ കൗണ്ടിങ് 19 റൗണ്ടുകളായിട്ടായിരിക്കും കൗണ്ടിങ് പൂർത്തിയാകുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇപ്രാവശ്യം നിലമ്പൂർ മണ്ഡലത്തിൽ 59 പോളിംഗ് സ്റ്റേഷനുകൾ കൂടുതലാണ്. 19 റൗണ്ടായിട്ട് കൗണ്ടിങ് പൂർത്തിയാകും. കൗണ്ടിങ് ആരംഭിക്കുമ്പോൾ ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് കൗണ്ട് ചെയ്യാൻ ആരംഭിക്കുന്നത്. 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യാൻ ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ 7:30 മണിയോടുകൂടി സ്ട്രോങ് റൂമുകൾ ഓപ്പൺ ചെയ്യും. സ്ട്രോങ് റൂമുകൾ ഓപ്പൺ ചെയ്ത ശേഷം ഓരോ സ്ട്രോങ് റൂമും ഒരു സൂപ്പർവൈസറുടെ ചുമതലയായിരിക്കും. ഓരോ സ്ട്രോങ് റൂമുകളിൽ നിന്ന് EVM കൗണ്ടിങ് ഹാളിലേക്ക് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അടുത്ത നിലയിലേക്കുള്ള കൗണ്ടിങ് ഹാളിലേക്ക് കൊണ്ടുവരുന്നതിന് റണ്ണർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിയോടുകൂടി തന്നെ കൗണ്ടിങ്ങിനുള്ള കൺട്രോൾ യൂണിറ്റുകൾ കൗണ്ടിങ് ടേബിളുകളിൽ വിതരണം ചെയ്യും. പക്ഷേ ആദ്യം കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കും. പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ് ആരംഭിച്ച് 10 മിനിറ്റിന് ശേഷം EVM കൗണ്ടിങ് ആരംഭിക്കും. ഒരു റൗണ്ട് കൗണ്ട് ചെയ്യുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 20 മിനിറ്റിനുള്ളിൽ കൗണ്ട് ചെയ്ത് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ച് ഉള്ള സമയമായിരിക്കും കൗണ്ടിങ് പൂർത്തിയാകാൻ വേണ്ടി എടുക്കുന്നത്. ആയാസരഹിതമായി കൗണ്ടിങ് പൂർത്തിയാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. മീഡിയയ്ക്ക് വേണ്ടി പ്രത്യേക മീഡിയ റൂം ക്രമീകരിച്ചിട്ടുണ്ട്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറാണ് അതിൻ്റെ നോഡൽ ഓഫീസർ. മീഡിയ റൂമിൽ മൊബൈൽ ഫോൺ അലൗഡാണ്. അതേസമയം മാധ്യമപ്രവർത്തകർക്ക് കൗണ്ടിങ് വിഷ്വൽസ് എടുക്കാൻ വേണ്ടി പ്രത്യേക ബാച്ചുകളായിട്ടാണ് അവസരം ഉണ്ടാക്കുന്നത്. കൗണ്ടിങ് ഹാളിലേക്ക് പോകുന്ന സമയത്ത് മൊബൈൽ ഫോൺ അനുവദനീയമല്ല, അതുപോലെ പെഡസ്റ്റൽ അനുവദനീയമല്ല. ഹാൻഡ് ഹെൽഡ് ക്യാമറ വെച്ച് ഒരു സമയം 2 or 3 പേരെ വെച്ച് ഉദ്യോഗസ്ഥരുടെ കൂടെ സഹായത്തോടെ പോയി വിഷ്വൽസ് എടുക്കാനുള്ള അനുമതിയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് പോയി വിഷ്വൽസ് എടുക്കാൻ അനുവദിക്കുന്നുണ്ട്. ആ സമയത്ത് വിഷ്വൽസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, EVMൽ വരുന്ന ഡിസ്പ്ലേ റെക്കോർഡ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വോട്ട് രേഖപ്പെടുത്തിയതും വീഡിയോ വിഷ്വൽസ് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അത് പ്രത്യേക നിർദ്ദേശപ്രകാരം ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോയും മാധ്യമങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിന് അവിടെ സ്പേസ് കൺസ്ട്രെയിൻസ് അനുസരിച്ച് നിങ്ങളത് ക്രമീകരിച്ച് വിഷ്വൽസ് എടുക്കാം. ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് പോയി റെക്കോർഡ് ചെയ്യാം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ക്രമീകരണം. വോട്ടിങ്ങിന് വേണ്ടിയുള്ള കൗണ്ടിങ്ങിനുള്ള ഉദ്യോഗസ്ഥരുടെ റാൻഡമൈസേഷൻ നാളെ 5:30 രാവിലെ 5:30 ഒബ്സർവറുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ഏത് ടേബിളിലേക്ക് ആരാണ് കൗണ്ടിങ് വരുന്നത്. ഓരോ ടേബിളിലും ഒരു കൗണ്ടിങ് അസിസ്റ്റൻറ്റും കൗണ്ടിങ് സൂപ്പർവൈസറും ഒരു മൈക്രോ ഒബ്സർവറും ഓരോ ടേബിളിലും കൗണ്ടിങ് ടേബിളിലും ഉണ്ടാകും. പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യുന്ന ടേബിളുകളിൽ പ്രത്യേകിച്ച് AROമാരെ പ്രത്യേകിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
ഈ കാണുന്ന നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോവാണ്. നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻസർ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവിലകം കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ്. ഇക്കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടകയ്ക്ക് എടുക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലിനിക്കുകൾ, IT കമ്പനികൾ, കലാ അക്കാദമികൾ, ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണിത്. ഈ 3 നില ബിൽഡിംഗിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും, ഫ്ലോറിംഗ്, പെയിന്റിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, ACP വർക്ക് കൂടാതെ 2 നിലകളിലായി 2 വാഷ്റൂമും ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം നല്ല വിശാലമായ പാർക്കിംഗും. ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റെന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് 2 മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുത്തോളൂ. ഇതിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ, കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിലും ബന്ധപ്പെടാം.